2026 ഈ വാർ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇറാന് വ്യക്തമായിട്ടുള്ള പ്ലാനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കാരണം നമ്മൾ ഈ കാണുന്നത് പോലെ അവർ എന്താണ് വളരെ ചീപ്പായിട്ടുള്ള മിസൈൽസ് അയച്ച് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഇപ്പോൾ സറൗണ്ടിങ് കൺട്രീസ് നെയ്ബറിങ് കൺട്രീസ് ആയിട്ടുള്ള അറബ് കൺട്രീസിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവർ സ്പെൻഡ് ചെയ്യുന്ന ഈ ഡ്രോൺസ് എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഡ്രോൺസാണ് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വിടുന്നത്. അതെന്തിന് ഈ US മിലിറ്ററി ബേസോ ഉണ്ടെന്നുള്ള ഒരു കാരണത്തിനാൽ എന്തുകൊണ്ട് UAE, ഖത്തർ, ബഹ്റൈൻ ഇതുപോലുള്ള ലൈക്ക് അറബ് കൺട്രീസിനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യന് അതിനുള്ളൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ സ്ട്രാറ്റജി. കാരണം ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഓർ ഇസ്രയേൽ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അല്ല. അവർക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് തീരണം, കയറാ പെട്ടെന്ന് അടിക്കുക, തിരിച്ചിറങ്ങുക. ഇതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. ബിക്കോസ് എത്രത്തോളം അമേരിക്ക ഈ വാറിനകത്ത് നിൽക്കുന്നോ അത്രത്തോളം എക്സ്പെൻസീവ് ആണ് അമേരിക്കയ്ക്ക് ഈ വാർ. ബിക്കോസ് ഓൾറെഡി ലൈക്ക് ന്യൂസസ് ആർ കമ്മിങ് ലൈക്ക് ഓൾറെഡി 1 ബില്യന് മുകളിൽ ഇപ്പോൾ വാർ കോസ്റ്റ് ആയിട്ടുണ്ട്. സോ അത് അവരെ എക്കോണമിയെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. ആൻഡ് എസ്പെഷ്യലി ലൈക്ക് അവരുടെ നാട്ടിൽ ജനങ്ങൾ ചോദിച്ചു തുടങ്ങും, വൈ ആർ വി ഫൈറ്റിംഗ് ദിസ് വാർ, നമ്മൾ എന്തിന് ഈ വാറിന് നമ്മൾ ഫണ്ട് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ റേസ് ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഓൾറെഡി ഇതിന് പ്ലാൻഡ് ആയിരുന്നു. കാരണം ഇറാൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇറാൻ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് അവരുടെ മിലിറ്ററിയെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതായത് എപ്പോഴും ഒരു സെൻട്രലൈസ്ഡ് കമാൻഡ് അല്ല. അതായത് ഇപ്പോൾ അവരുടെ ലീഡേഴ്സ് മരിച്ചാൽ ഇവർക്കറിയാം അമേരിക്ക ഓർ ഇസ്രയേലായിട്ട് ഇവർ കളിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വാട്ട് ദേ വുഡ് ഡു ഇസ് ദേ വുഡ് ടേക്ക് ഔട്ട് ദി ലീഡേഴ്സ്. ഡയറക്റ്റ് നമ്മൾ ഈ സ്ലീപ്പർ സെൽസിനെ അടിക്കാതെ ഹെഡിനെ അടിച്ചു കഴിഞ്ഞാൽ അതോടെ കാര്യം തീരുമെന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത്. സോ അത് കൗണ്ടർ ചെയ്യാനായിട്ടാണ് ഇവരുടെ പുതിയ സ്ട്രാറ്റജിയെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് മൊസൈക് സ്ട്രാറ്റജി എന്നാണ് പറയുന്നത്. സോ അതിൽ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മിലിറ്ററിയെ ഡീസെൻട്രലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഓരോരോ ഏരിയയ്ക്കും പ്രത്യേകം കമാൻഡ്. ഈവൻ ഇഫ് ദേ ലൂസ് കമ്മ്യൂണിക്കേഷൻ, ഈവൻ ഇഫ് ദേ ലൂസ് ദെയർ ലൈക്ക് സെൻറ്റർ കമാൻഡ്, പ്രൈം കമാൻഡ് ആരാണോ, അവരുടെ സുപ്രീം ലീഡർ ആരാണോ, അതിന് നഷ്ടപ്പെട്ടിരുന്നാൽ കൂടെ അവർക്ക് അവരുടെ ഓപ്പറേഷൻസിന് ഒരിക്കലും ഒരു പ്രശ്നവും വരുന്നില്ല. വാർ എന്ന് പറയുമ്പോഴത്തേക്ക് ശക്തികൾക്ക് ബുദ്ധിയാണ് പ്രധാനം. ആൻഡ് ഇറാൻ അത് നേരത്തെ അറിയാം. കാരണം ഇറാന് ഒരിക്കലും അറിയാം അമേരിക്കയുടെ കൂടെ ഡയറക്റ്റ് ഒരു വാറിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, ഐ മീൻ ലൈക്ക് ഫുൾ ഫ്ലെഷ്ഡ് വാറിൽ മിലിറ്ററി വൈസ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇറാന് പിടിച്ചേക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ ഫാക്ട്. പക്ഷെ അവർ ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പ് ഡ്രോൺസ് വെച്ച് ഇവർ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുകയാണ്. അതിൻ്റെ മേജർ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിന് US വിശ്വാസം തകർക്കുക. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്ട്രാറ്റജി അമേരിക്കയോടുള്ള ട്രസ്റ്റ്. എന്ത് വന്നിരുന്നാലും നമ്മൾ രക്ഷിക്കും, അമേരിക്ക നമ്മളെ രക്ഷിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ അങ്ങനെ ചുമ്മാ അടിക്കാനൊന്നും പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അമേരിക്കൻ മിലിറ്ററി ബേസ് നമ്മുടെ കൺട്രിയിലുണ്ട്, ബഹ്റിനിലുണ്ട്, ഖത്താറിലുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഒട്ടുമിക്ക എല്ലാ ഭാഗവും അമേരിക്കൻ മിലിറ്ററി ബേസസ് അണ്ടർ അവരുടെ റഡാറിനകത്താണ്. ബട്ട് സ്റ്റിൽ ഇവർ പ്രൂവ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ചീപ്പ് ഡ്രോൺസ് ഇവർ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ 10 ഡ്രോൺ ഉപയോഗിച്ച് 10 വിലയുള്ള ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് നിങ്ങളുടെ കൺട്രിയിലെ മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങളെല്ലാം നമുക്ക് കയറി അടിക്കാൻ പറ്റും എന്നവർ പ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിന് അമേരിക്കയോടുള്ള വിശ്വാസം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ. ആൻഡ് ദാറ്റ് ഈസ് ക്ലിയർലി വർക്കിംഗ്. കാരണം കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് ഇവരുടെ മിലിറ്ററി ബേസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ട് അവർ അവരുടെ പല ടാർഗറ്റുകളും അവർ അടിക്കുന്നുണ്ട്. ആൻഡ് അത് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വർക്കിംഗ് ഓൾസോ. പിന്നെ ഇറാൻ്റെ വേറൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാറില്ല. ഡെഫിനറ്റ്ലി എല്ലാ വാറിലും അലൈസ് ഉണ്ടാവും. സോ ഇറാൻ്റെ അലൈസ് എന്ന് പറയുന്നത് ഹിസ്ബുള്ള ഇതുപോലെയുള്ള ചുറ്റും ഇങ്ങനെയുള്ള കുറച്ച് മിലിറ്റൻറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ടാവും. ഇവരെ യൂസ് ചെയ്തിട്ടാണ് ഇറാൻ എപ്പോഴും ഐ മീൻ ലൈക്ക് ഫൈറ്റ് ചെയ്യുന്നത്. സോ ഈ പല സ്ഥലങ്ങളിൽ നിന്നും അറ്റ് എ ടൈം ഇവർക്ക് ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇവരൊന്നും ഓർഗനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ്സ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇവരെ ട്രാക്ക് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. സോ അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇങ്ങനെയുള്ള ചെറിയ ഗ്രൂപ്പ്സിനെ ഇവർക്ക് ട്രാക്ക് ഔട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. കാരണം ഒരു രാജ്യത്തിൻ്റെ മിലിറ്ററിയോ അങ്ങനെയൊന്നുമല്ല. ദീസ് ആർ ഓൾ മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള ഇതുപോലുള്ള ഓർഗനൈസേഷൻസിനെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ 20 to 30% ഓഫ് ദ ഓയിൽ ട്രേഡ് ആ വഴിയാണ് നടക്കുന്നത്. ഐ മീൻ ഓയിൽ പാസേജ് ആ വഴിയാണ് നടക്കുന്നത്. സോ ഇവർക്കറിയാം ആ കടലെടുക്ക് ഇവരുടെ കൺട്രോളിലാണ്. സോ ഇവരത് ഐ മീൻ ലൈക്ക് ഒന്ന് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ വാറിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തേക്കുന്നത്. സോ ഇന്ത്യയെ കൊണ്ട് എങ്ങനെ സംസാരിപ്പിക്കാം, ലൈക്ക് നമുക്ക് തല താഴ്ത്തുകയും വേണ്ട, പക്ഷെ മറ്റൊരാളെ കൊണ്ട് നമുക്ക് വാർ നിർത്തിക്കാൻ പറ്റും. ഐ മീൻ ലൈക്ക് അതാണ് ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മളായിട്ട് ചെന്ന് കീഴടങ്ങുന്നതിന് ഓക്കെ എനിക്കിനി വാറിന് പറ്റില്ല ഞാൻ കീഴടങ്ങുന്നു എന്ന് പറയുന്നതിനേക്കാളും മറ്റുള്ള രാജ്യങ്ങളിന്മേൽ പ്രഷർ കൊടുത്ത് ആ രാജ്യങ്ങളെ കൊണ്ട് നമ്മൾ അമേരിക്കയോട് പറയിക്കുന്നു നമ്മുടെ രാജ്യങ്ങളിലെ ഓയിൽ ട്രേഡിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം അഫക്റ്റഡ് ആവുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വാർ എത്രയും പെട്ടെന്ന് നിർത്തണം
എന്ന് പറയിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഇറാൻ എടുത്തേക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ക്ലിയർലി വർക്കിംഗ്. കാരണം ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ LPGയും ഇതും പെട്രോളിൻ്റെയും അവൈലബിലിറ്റി തീരെ കുറവാണ്. ഒരുപാട് ഹോട്ടൽസ് ഇപ്പോഴും അടഞ്ഞും പൂട്ടി എല്ലാം കിടക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ആ വഴി പാസ് ചെയ്യുന്നില്ല. സോ ഇന്ത്യയിൽ നിന്ന് ഡെഫിനറ്റ്ലി അധികം വൈകാതെ തന്നെ ഇന്ത്യയുടെ റിസർവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത കോള് പോകുന്നത് US പ്രസിഡന്റിനായിരിക്കും. ഡെഫിനറ്റ്ലി ഇന്ത്യ വുഡ് ഗെറ്റ് ഇൻവോൾവ്. ഇന്ത്യ പോലൊരു ഇത്രയും വലിയൊരു രാജ്യം ഇതിൽ ഇൻവോൾവ് ആവും. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും, യൂറോപ്പും അതുപോലുള്ള ചുറ്റിക്കിടക്കുന്ന ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് പ്രഷർ ഉണ്ടാവും. എത്രയും പെട്ടെന്ന് ഈ വാർ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞൊരു പ്രഷർ ഡെഫിനറ്റ്ലി ഉണ്ടാവും. പിന്നെ ഇറാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മിസൈൽ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അറ്റ് എ ടൈം ഇവരൊരു ഹോൾ ബഞ്ചായിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. സോ ഈ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനെ ഈ വരുന്ന ചില്ലറ നമ്മൾ ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചില്ലറ പൈസ വരുന്ന ഈ മിസൈൽ ഡ്രോൺസിനെ തടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ഉള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യണം. സോ ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപ ഒരു വരുന്ന ഒരു ഡ്രോണിന് നമ്മൾ ഡിഫെൻഡ് ചെയ്യാനായിട്ട് 1 കോടി രൂപ എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യണം. സോ അത്രയും വ്യത്യാസം ഉണ്ടാവില്ല. ഞാനതൊരു ഉദാഹരണം പറഞ്ഞതാണ്. സോ അത്രയും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്, അത്രയും കോസ്റ്റ് നമുക്ക് അവിടെ ആവുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പം ഒരുപാട് ഡ്രോൺസും മിസൈൽസ് ഇവർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം 100 എണ്ണം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 80 എണ്ണം അവർക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കി 20 എണ്ണം ഇവർ പറയുന്ന ടാർഗറ്റ്സിൽ ഇവർക്ക് അത്രയും മതി. മനസ്സിലായില്ലേ? ഇവർക്കും അത്രയും. ഇപ്പോൾ ദുബായിലാണെങ്കിലും സൗദിയിലാണെങ്കിലും ഒക്കെ പോയി വീഴുന്ന ഇവർക്ക് ഒരെണ്ണം വീണാലും മതി. അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് അവർക്ക് നടക്കും. കാരണം ഇപ്പം ഞാൻ കാശ് കൊടുത്ത്, ഞാൻ ഒരുപാട് കാശ് മുടക്കി, ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തെല്ലാം ഞാനൊരു ബോഡി ഗാർഡിനെ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ വെച്ചേക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമുക്ക് ഇടികൊള്ളുകയും ചെയ്യുന്നു, ഇയാളൊട്ട് അനങ്ങുന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ ആലോചിക്കില്ല ഇയാളെ എന്തിനാണ് നമ്മൾ ചുമക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കും. ഇതേ സെയിം അവസ്ഥയാണ് ഇപ്പോൾ അറബ് നേഷൻസിന് അമേരിക്കയോട് തോന്നുന്നത്. അത് തോന്നിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ അവിടെ കൊണ്ടുവന്ന് ഈ ഡ്രോൺ അറ്റാക്സ് ചെയ്യുന്നതിൻ്റെ ആവശ്യം. അല്ലാതെ ഇറാന് മിഡിൽ ഈസ്റ്റിക്കരെ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. സോ ഇറാൻ ഒരു ലോങ് ടേം വാറിനാണ് ഇരിക്കുന്നത്. ഇറാൻ്റെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഇറാൻ അതിന് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഇവരൊരു 10 വർഷം മുമ്പ് ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. സോ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വന്നതുകൊണ്ടാണ് ഇവർ പടിപടിയായിട്ടെല്ലാം, അതായത് ഫസ്റ്റ് ഇവർ മിഡിൽ ഈസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നു, പിന്നെ ഇവർ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ഇവർ കയ്യിലെടുക്കുന്നു, ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവർക്ക് സമ്മർദ്ദം ചെലുത്തുന്നു. സ്വന്തം രാജ്യത്ത് തന്നെ ട്രംപ് ഉത്തരം പറയേണ്ടി വരുന്നു. എന്തിന് നമ്മൾ ഈ വാറിന് ഫണ്ട് ചെയ്യണം? ഇത്രയും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് എന്തിന് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വാറിന് എക്സ്പെൻസിന് നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു ചോദ്യം വരുന്നു. പിന്നെ അവരുടെ ലീഡർഷിപ്പ് അവർ വർക്ക് ചെയ്യുന്നതും ആ ഒരു രീതിയിലാണ്. സർവൈവ് ദ ഇനീഷ്യൽ അറ്റാക്ക്. പിന്നെ ഈ ചീപ്പ് മിസൈൽസ്, ഡ്രോൺസ് എല്ലാം വെച്ച് മിഡിൽ ഈസ്റ്റിന് അമേരിക്കയോടുള്ള ഒരു വിശ്വാസം, അമേരിക്കയാണ് സൂപ്പർ പവർ, നമ്മളെ തൊടാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം ഒന്ന് തീർത്തു കൊടുത്തിട്ടുണ്ട്. അത് കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇനിയും അടിക്കും എന്നുള്ള രീതിയിൽ അവർ നിർത്തുമെന്ന് പറയുന്നു. എന്നിട്ട് അവർ വീണ്ടും അടിക്കുന്നു. ഒരു പരിഹാസത്തോടെ അവർ രാവിലെ വന്ന് അടിക്കില്ല എന്ന് പറയുന്നു, വീണ്ടും അടിക്കുന്നു. സോ അത് ഒരു കളിയാക്കൽ കൂടെയാണ്. അവരുടെ ഏറ്റവും മേജർ പ്ലാൻ എന്ന് പറയുന്നത് ഈ വാറിനെ പ്രൊലോങ് ചെയ്യിപ്പിച്ച് ഡ്രാഗ് ഔട്ട് ദ വാർ, മാക്സിമം ഇത് കൂട്ടിക്കൊണ്ടുപോയി സീസ് ഫയർ, നമ്മൾ തന്നെ സീസ് ഫയർ, അതായത് ഇവരുടെ ഒപ്പോസിഷൻ നിൽക്കുന്നത് ആരാണോ അവരെ കൊണ്ട് തന്നെ സീസ് ഫയർ ഇനീഷ്യേറ്റ് ചെയ്യിക്കുക എന്നുള്ളൊരു പ്ലാനിലേക്കാണ് ഇറാൻ പോകുന്നത്. ദേ ആർ വെൽ പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. കാരണം അവരുടെ സുപ്രീം ലീഡറിനെ ഇവർ ടേക്ക് ഔട്ട് ചെയ്തിട്ട് പോലും, ഇപ്പം ആയത്തുള്ള ഖമേനിയെ ടേക്ക് ഔട്ട് ചെയ്തിട്ട് പോലും ഇവർ ഒന്നും കുലുങ്ങാതെ, കാരണം അവർക്കെല്ലാം അവർ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു, വെൽ പ്ലാൻഡ് ആയിരുന്നു. അവർ സജ്ജമായിട്ടാണ് നിൽക്കുന്നത്. അവരുടെ ഓരോ പ്രവൃത്തിയിലും, അവരുടെ ഓരോ വാക്കിലും, അവരുടെ ഓരോ ന്യൂസ് പ്രസ് കോൺഫറൻസ് അവർ റിലീസ് ചെയ്യുമ്പോഴും എല്ലാം വ്യക്തമായിട്ട് ഒരു ഡൗട്ടില്ലാതെ അവർ ക്ലിയർ ആയിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ ദി അതർ ഹാൻഡ് ട്രംപ് ആസ് ഓഫ് നൗ ഇപ്പോൾ പുള്ളി വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ ലീഡർഷിപ്പിനെ ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒന്ന് സ്റ്റംബിൾ ആവും എന്ന് വിചാരിച്ചെങ്കിലും, ഒന്ന് അടിപതറും എന്ന് വിചാരിച്ചെങ്കിലും അത് നടന്നില്ല. ഇനി ഡെഫിനറ്റ്ലി അമേരിക്കയുടെ ഒരു മുഖം രക്ഷിക്കേണ്ട ഒരു പരിപാടിയുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇതിന് മറുപടി കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ തലകുനിച്ച് അമേരിക്കയുടെ ആ ഒരു സൂപ്പർ പവർ, ആ ഒരു അവരറിയാമല്ലോ, ആ ഒരു യൂണിവേഴ്സൽ ഗുണ്ട എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റസിൽ നിന്ന് അമേരിക്കയ്ക്ക് തലകുനിച്ച് ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ പോലീസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റസിൽ നിന്ന് അമേരിക്കയ്ക്ക് തലകുനിച്ച് ഇറങ്ങേണ്ടി വരും. സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ടാലിയേഷൻ ഒരു ഹാർഡ് സ്റ്റെപ്പ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇതിനകത്ത് അമേരിക്ക ഒരുപാട് കാശ് അമേരിക്കയുടെ ഭാഗത്തുനിന്നും ചിലവാകുന്നുണ്ട്. സോ അധികം വൈകാതെ തന്നെ, അധികം പ്രൊലോങ് ചെയ്യിച്ചു കൊണ്ടുപോകാതെ തന്നെ ഇവർക്ക് എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്യേണ്ടി വരും. കാരണം ഇനിയിപ്പം ഒരാഴ്ചയ്ക്കകത്ത് തന്നെ, ഒരാഴ്ചയിൽ 2-3 ദിവസത്തിനകത്ത് തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാം പ്രഷർ വന്നു തുടങ്ങും. സോ അതുകൊണ്ട് അമേരിക്കയ്ക്ക് അധിക ടൈമും പിടിച്ചു നിൽക്കാനില്ല. സോ ദിസ് 1 വീക്ക് ഇസ് വെരി ക്രൂഷ്യൽ. ഈ ഒരാഴ്ചക്കകത്ത് എന്താണ് സംഭവം നടക്കാൻ പോകുന്നെന്നുള്ളത്, ഇപ്പം അമേരിക്ക സീസ് ഫയർ പറയുമോ, ട്രംപ് നാടകം കളിക്കുമോ, ട്രംപ് വന്ന് അവർ മാപ്പ് പറഞ്ഞു, അറിയാമല്ലോ,
അവർ വന്ന് എൻ്റെ കാല് പിടിച്ചു മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഉടായ്പ് കാണിച്ചിട്ട് പോവോ, അതോ ആക്ച്വലി ഒരു ഫിറ്റ് ഇനഫ് ആയിട്ടുള്ള ഒരു റിപ്ലൈ കൊടുക്കുമോ എന്നുള്ളതൊക്കെ ഇനി കണ്ടു വേണം അറിയാൻ. ദിസ് ഈസ് ദ കറന്റ് സ്റ്റാറ്റസ് ഓഫ് ഇറാൻ ആൻഡ് ദി US കോൺഫ്ലിക്റ്റ്. സോ ഇതിനകത്ത് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മേക്ക് ഷുവർ ദാറ്റ് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ. എന്തായിരുന്നാലും ബാക്കിയുള്ള കാര്യം, ഇനിയുള്ള വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പറയാം. ഓക്കെ, ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.